ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദൃശ്യം 3 എന്ന സിനിമയെ പറ്റിയാണ്. ജിത്തു ജോസഫാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമായി. പിന്നെ ഈ സിനിമയിൽ നമ്മൾ കുറേ ട്വിസ്റ്റും കഥയും അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അത്ര അല്ല. 3ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലാണ്. 1 ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ. തൊട്ട് താഴെ 2, പിന്നെയായിരിക്കും നമുക്ക് ഈ 3 ഇഷ്ടാവുക. ഒരിക്കലും 3 ഒന്നിനേക്കാളും രണ്ടാം ഭാഗത്തിനേക്കാളും മുകളിൽ നിൽക്കില്ല. പിന്നെ മോഹൻലാലിൻ്റെ പ്രകടനം 1ലെയും 3ലെയും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. 2 അത്ര പോരാ. പിന്നെ ഇതിലൊരു വാസണ്ണൻ്റെ അപരൻ അഭിനയിക്കുന്നുണ്ട്, കണ്ണൊക്കെ ചുവന്നിട്ട് ഫുൾ ടൈം. അതെനിക്കൊരു ഇഷ്ടമല്ലാത്തൊരു ഇതായിപ്പോയി തോന്നി. സാധാരണ രീതിയിൽ കാണിച്ചാൽ മതിയായിരുന്നു. ഫുൾ ടൈം കണ്ണ് ചുവന്ന് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഈ പഴയ വില്ലന്മാരുടെ സ്റ്റൈല് മാതിരി തോന്നി. പിന്നെ ഈ സിനിമേനെ കുറേ പേര് സീരിയൽ ലെവൽ മേക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ദൃശ്യം 1ഉം 2ഉം ഒക്കെ നമുക്ക് കണ്ടറിയാം, കുറച്ചൊക്കെ സീരിയൽ ലെവലാണ്. അപ്പോൾ അത് നമ്മൾ അതേപോലെ തന്നെയാണ് 3യും എടുത്തിരിക്കുന്നത്. അത് ആ കഥയ്ക്ക് ആവശ്യമാണ്. 4ാം ഭാഗത്തിലേക്കൊരു ലീഡ് വെക്കുന്നുണ്ട് പടത്തിൽ. നല്ലൊരു കഥയാണെങ്കിൽ മാത്രം ജിത്തു ജോസഫ് ഇനി 4ാം ഭാഗം എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയൊരു വിജയത്തിലേക്കാണ് ദൃശ്യം 3 നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി ദൃശ്യം സിനിമ കാണാം. പടം ഇപ്പോൾ തന്നെ 150 കോടി കളക്ട് ചെയ്യാറായി. അപ്പോൾ കാണാത്തവർ തിയേറ്ററിൽ പോയി കാണാം. കണ്ടവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആവറേജിനേക്കാളും മുകളിൽ നിൽക്കുന്ന സിനിമയാണ് ദൃശ്യം 3 എനിക്ക് അനുഭവപ്പെട്ടത്. ദൃശ്യം 1 എന്ന സിനിമയിൽ ജോർജ് കുട്ടി സാധാരണക്കാരുടെ ഇടയിൽ ഒരു കണക്ഷൻ വരും. പക്ഷേ ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ആൾ കുറച്ച് റിച്ചായി. അതിൻ്റെ മാറ്റങ്ങൾ ആ ക്യാരക്ടറിലുണ്ട്. എന്ന് വെച്ച് ദൃശ്യം 3 വളരെ മോശം സിനിമയാണെന്നൊന്നും ഞാൻ പറയണില്ല. നല്ല സിനിമ തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ?